ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് നമ്മൾ വീഡിയോ ഇടാണ്. അപ്പോൾ നമ്മുടെ ഡെലിവറി സ്റ്റോറിയൊക്കെ ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിസംബർ 21 എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 22 ആയിരുന്നു നമ്മുടെ ഡെലിവറി ഡേറ്റ്. അപ്പോൾ 21 നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി രാവിലെ ഒരുങ്ങുന്ന ഒരു ഇതൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ഫുള്ളായി ഡീപ്പായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഭയങ്കര സന്തോഷത്തോടു കൂടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വലിയൊരു പരീക്ഷണമായിരുന്നു നേരിടേണ്ടി വന്നത്. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥ ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ കുന്നംകുളം ഹോസ്പിറ്റലിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് പിന്നെ മെഡിക്കലിലേക്കാണ് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രി നന്നായിട്ട് ടെൻഷൻ അടിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കരച്ചിലായിരുന്നു. അപ്പോഴേക്ക് ഞാനൊന്നും തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ക്ഷീണം ഇതൊക്കെ മുഖത്ത് നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കട്ടനൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പോകുമ്പോൾ കഴിക്കുക, രാവിലെ തന്നെ നേരത്തെ പോകണമല്ലോ. പോകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡി ആയിട്ട് ഞങ്ങൾ പോവാണ്. ഞാനും ഉമ്മയും താത്താൻ്റെ മോനും എൻ്റെ മോനും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, മോനെ കൂടെ തന്നെ നിർത്താമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കൊണ്ടുപോയത്. പക്ഷെ നമുക്ക് മെഡിക്കലിൽ പോകേണ്ടി വന്നപ്പോൾ പിന്നെ അവന് കുറേ ദിവസം പിരിഞ്ഞിരിക്കേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് 14 ദിവസം നമുക്ക് മോനെ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ട് ഭയങ്കര അവസ്ഥയായിരുന്നു അത്. ടെൻഷൻ അടിച്ചിട്ടും കരഞ്ഞിട്ടും ആകെ എന്താ പറയുക, പടച്ചവനെ നേരിട്ട് കണ്ട നിമിഷങ്ങൾ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും കൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് തന്നെ ചായയൊക്കെ കുടിക്കുകയാണ്. ചായ കുടിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിലാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ താത്താൻ്റെ മോനുണ്ടായിരുന്നു. അപ്പോൾ അവന് കാലുമ്മ മുറിയാണെങ്കിലും ആ മുറിയും വെച്ചിട്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് ഒരുപാട് സഹായം പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് സഹായമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുമ്പോൾ നമ്മളിതാ കൂരിനാട് ശോതാക്കന്മാരെ പള്ളിയിൽ കയറിയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ പോയി യാസീനൊക്കെ ഓതിയിട്ട് ഇങ്ങനെ യാറൊക്കെ മൂടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ആപത്ത് ഘട്ടം വരുമ്പോൾ നമുക്ക് കൂടെ നിൽക്കുന്നവരെ നമുക്ക് ഭയങ്കരമായിട്ട് ആ സമയത്ത് ഇതാവുമല്ലോ. അങ്ങനെ നമ്മളിതാ കുന്നംകുളത്ത് എത്തിയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ എത്തി. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം കുറേ പ്രൊസീജിയർ ഉണ്ടായിരുന്നു കേട്ടോ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട്. ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തമൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയിക്കണം വാർഡിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ രാവിലെ നമ്മൾ റൂം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂം കിട്ടിയത് വൈകുന്നേരത്തായിരുന്നു. കുറച്ച് നേരം നമ്മൾ വാർഡിൽ ഇരുന്നപ്പോഴേക്കും റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം മോനെയും കൊണ്ട് വാർഡിൽ നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മോനെ പിരിഞ്ഞ് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റൂമൊക്കെ എടുത്തത്. പക്ഷേ മോനെ കുറേ ദിവസം നമുക്ക് പിന്നെ പിരിഞ്ഞ് നിൽക്കേണ്ടി വന്നു. അത് വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. പറഞ്ഞില്ലേ, ഞങ്ങളുടെ എത്ര കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ മോനെ പിരിഞ്ഞ് നിൽക്കുന്നത്. അത് വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു. പക്ഷെ എന്തോ അവനൊരു കുഴപ്പമില്ലാണ്ട് വീട്ടിൽ താത്താൻ്റെ കൂടെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രശ്നമില്ലാണ്ട് നല്ല കുട്ടിയായിട്ട് അവൻ നിന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ പിരിഞ്ഞ് നിൽക്കുകയാണെങ്കിലും. അപ്പോൾ ഇതായിരുന്നു റൂം അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് 2 ദിവസം, വ്യാഴാഴ്ച ദിവസവും പിന്നെ വെള്ളിയാഴ്ച ദിവസം ഞാൻ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ വേറെ വാർഡിലായിരുന്നു. മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 2 ദിവസം നമുക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ലേബർ റൂമിലേക്ക് പോകാൻ വെള്ള ഡ്രസ്സും മുണ്ടൊക്കെ കൊടുത്ത് മുടിയൊക്കെ 2 പേരും മുടഞ്ഞ് ബേബി എണീറ്റ് ഉമ്മച്ചി വരാം ബേബിനെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനും ഉമ്മയൊക്കെ തന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല സന്തോഷത്തിലാണ് പോയത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു പരീക്ഷണമായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. ആ പരീക്ഷണം നമുക്ക് നേരിടേണ്ടി വന്നു. എന്നാലും എന്താ പറയുക, അങ്ങനെ ആ ഒരു പരീക്ഷണം നമുക്ക് നേരിടേണ്ടി വന്നു. നേരിടാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ലേബർ റൂമിലായിരുന്നു കേട്ടോ. അപ്പോൾ താത്തയും മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുന്നത്. അപ്പോൾ അവൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോ ആണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാവരും കൂടിയിട്ട് പിന്നെ എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് 3 കേസുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ എൻ്റെ ആയിരുന്നു. അപ്പോൾ എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോൾ എല്ലാവരും ആകാംക്ഷയോടുള്ള കാത്തിരിപ്പാണ് ബേബിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ബേബി ബോയ് ആണ് കേട്ടോ. എന്താ പറയുക, അതൊന്നും എനിക്ക് പറയാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ മാഷാ അല്ലാഹ് നമുക്ക് ആൺകുട്ടിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ,
നമുക്ക് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നല്ല കുട്ടിയെ പൂർണ്ണ ആരോഗ്യത്തോടുള്ള കുട്ടീനെ പടച്ചോൻ തരണം എന്നുള്ള ദുആ ആയിരുന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ ഇടയിൽ കുറച്ച് പരീക്ഷണങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് എന്താ പറയുക നേരിടേണ്ടി വന്നു. കാരണം നമ്മൾ പിന്നെ അവിടുന്ന് പിറ്റേ ദിവസം അവൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ എന്താ പറയുക അവർ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായിരുന്നു കാരണം എന്നൊക്കെ ഉള്ളത് ഇൻഷാ അള്ളാ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇതിലധികം ലെങ്ത് ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ അവിടെ പോയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ബേബി വന്നിട്ടുണ്ട്. അപ്പോൾ താത്തയാണ് കേട്ടോ ഏറ്റു വാങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് ബാങ്ക് വിൽക്കാമത്ത് കൊടുക്കണം. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ബേബീനെ കുട്ടികളുടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ ബാങ്ക് കൊടുത്തിട്ട് അവർ നേരെ ലേബർ റൂമിലേക്ക് കുഞ്ഞുങ്ങളുടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ താത്താൻ്റെ മോനാണ് ബാങ്ക് വിൽക്കാമത്തൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച ഇതൊക്കെ കഴിഞ്ഞ് ശനിയാഴ്ചയാണ് അവൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തത് കേട്ടോ. ചെയ്ത പാടന്നെ അവർ മെഡിക്കലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും എന്താ പറയുക പെട്ടെന്നുള്ളൊരു പറച്ചിലും ഇതൊക്കെ ആയിരുന്നു. കാരണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മ താഴത്തേക്ക് ബേബിനെയും കൊണ്ട് പോയപ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞതും എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. അവർ ആംബുലൻസ് സെറ്റാക്കിയതും പിന്നെ ഉമ്മയും എനിക്കും കൂടിയിട്ട് വേഗം തന്നെ ഉണ്ണിനെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് എനിക്ക് എന്താണെന്ന് ചോദിക്കാനോ പറയാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ. കാരണം വേദന കാരണം കൊണ്ട് എണീക്കാനോ നിൽക്കാനോ ഒന്നിനും അതും പറ്റുന്നില്ല. ഭയങ്കര ഒരവസ്ഥയായിരുന്നു കേട്ടോ. എനിക്ക് വേദന മരുന്നിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ശരിക്കുള്ള വേദന തുടങ്ങിയ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിനൊന്നിനും പറ്റുന്നില്ല. ഇക്കാനെ വിളിച്ച് ഇക്കാക്കൊന്നും അറിയുന്നുമില്ല. ഇക്ക മെഡിക്കലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു, കുട്ടി ICUലാണെന്നും പറഞ്ഞു. പിന്നെ ഭയങ്കര ടെൻഷൻ അടിച്ച സമയമായിരുന്നു കേട്ടോ. പിന്നെ ഒരു 6 മണിയാകുമ്പോഴേക്കും എന്നെ അവിടെ നിന്ന് റെഫർ ചെയ്തു എന്നെ മെഡിക്കൽ കോളേജിലേക്ക് അവരാക്കി. കാരണം കുട്ടി അവിടെയാണല്ലോ, അപ്പോൾ ഞാൻ അവിടെയാണല്ലോ വേണ്ടത്. അപ്പോൾ അത് കാരണം എന്നെ അങ്ങോട്ട് ആക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മൂത്ത മോനെ വീട്ടിലേക്ക് താത്ത കൊണ്ടുവരികയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ താത്താൻ്റെ മോനും കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവനും എന്താ പറയുക പിന്നെ താത്താൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന അവനുണ്ടായിരുന്നില്ല. അവൻ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ മെഡിക്കലിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് മോനെ കാണണം പറഞ്ഞിട്ട് അവൻ ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതൊക്കെ തന്നെയാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ അവന് മോനെയും കൊണ്ട് എന്നെ ആംബുലൻസിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുമ്പോൾ അവന് എന്നെ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് മോനെ മാറ്റി പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം അവനെ ഒട്ടും പിരിഞ്ഞിരിക്കാത്തവൻ്റെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇവൻ്റെ കാര്യം ഉണ്ണിയുടെ കാര്യം എന്താണെന്നുള്ളത് അതും അറിയില്ല. ഇവന് പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയും എൻ്റെ വേദനയും എല്ലാം കൂടെ ഒരുമിച്ചുള്ള അനുഭവമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 6 മണി 6:30 ആയപ്പോഴേക്കും എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ പോയിട്ട് ഉണ്ണിനെ കാണാനോ ഒന്നിനും എനിക്ക് പറ്റുന്നില്ല. എന്നെ വാർഡിൽ അഡ്മിറ്റാക്കി. ഇക്കാനോട് ചോദിച്ചപ്പോൾ ഇക്ക ആകെ ടെൻഷൻ അടിച്ചിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ ശനിയാഴ്ച അവിടെ അഡ്മിറ്റാക്കി. ഞായറാഴ്ച എനിക്ക് ബേബീനെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ICUവിലെ ഡ്രസ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ടിട്ട് ചെന്ന് ബേബീനെ കണ്ടു. ബേബീനെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക അവിടെ നിൽപ്പിൽ അങ്ങോട്ട് പോയാൽ മതി, മരിച്ചാൽ മതി എന്ന് തോന്നിയ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളെ മക്കളെന്ന് പറഞ്ഞാൽ അത്രയും ഇതാണല്ലോ. പക്ഷെ ആ സമയത്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ ICUവിൽ കിടക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ പുറത്ത് വന്ന് പിന്നെ കരച്ചിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞിനെ കണ്ടിട്ട് ഇങ്ങനെ കരയല്ലേ, എന്താന്ന് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ദിവസങ്ങളോളം പിന്നെ ഞങ്ങൾ കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ ഇതൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് ഞങ്ങൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ICUവിലെ ഡോക്ടർമാരെ കാര്യമാണ് കേട്ടോ. ഭയങ്കര കെയറിങ്ങും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടർമാരായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഉണ്ണികളുടെ അത്രയും അവർ സംരക്ഷിക്കുന്നു നോക്കുന്നുണ്ട്. അവർ നമ്മൾ ഒരുപാട് പേടിപ്പെടുത്തും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും അവരുടെ കയ്യിൽ നമ്മുടെ കുട്ടികളുടെ ജീവിതം സുരക്ഷിതമാണ്. അത്രയും കെയറിങ് കൊടുക്കണം അവർ നോക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടച്ചോനെ നേരിട്ട് കണ്ട ദിവസങ്ങളായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് നേർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രാർത്ഥനയായിട്ട് ഇരുന്ന സമയങ്ങളും ദിവസങ്ങളായിരുന്നു കേട്ടോ. ടെൻഷൻ അടിച്ചാകെ എന്താ പറയുക വല്ലാത്തൊരവസ്ഥ തന്നെ. പിന്നെ ഇതൊക്കെ മോനൊക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ICUവിൽ കിടക്കുന്ന കുട്ടികളുടെ അമ്മമാർക്ക് നിൽക്കാൻ വേണ്ടിയുള്ളൊരു വാർഡാണ് കേട്ടോ. അപ്പോൾ എന്നെ ചൊവ്വാഴ്ച ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ടായിരുന്നു 5 ദിവസം കഴിഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് ഇവിടെ പിന്നെ ഇങ്ങോട്ട്
മാറിക്കിടക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഇക്കാൻ്റെ ഉമ്മാനെയും എൻ്റെ ഉമ്മാനെയൊക്കെ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പിന്നെ അവർ വരാന്തയിലൊക്കെ നിൽക്കണ്ടേ. ഇക്ക പുറത്തായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് വേറെ ആർക്കും കിടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അവരൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ നമ്മൾ എന്താ പറയുക, ഉണ്ണികൾക്ക് പാൽ കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. ട്യൂബ് വഴിയാണ് പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പമ്പ് വഴി മെഷീൻ വഴി പാലെടുത്തിട്ട് അവർ കൊടുക്കുന്ന ഒരു റൂമും കൂടി ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ നമ്മൾ അവിടെ പാൽ കൊടുക്കാൻ വേണ്ടി പോവും. അങ്ങനെ പാലെടുത്തിട്ട് അങ്ങനെ ഉണ്ണിക്ക് കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. സിസ്റ്റർമാരിനെ കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഒന്ന് സെറ്റായി ഓക്കെ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ കൊടുക്കും. അങ്ങനെ മാഷാ അല്ലാഹ് നമ്മൾ 14 ദിവസത്തെ ഹോസ്പിറ്റൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയിട്ട് വരികയാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തോടുള്ള വരവ് തന്നെയായിരുന്നു. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. പിന്നെ അവന് ബാക്കി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി എന്തായിരുന്നു കാര്യങ്ങളെന്നൊക്കെ ഞാൻ പിന്നൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും 10-14 ദിവസം നമ്മൾ അനുഭവിച്ചത് വളരെ സങ്കടത്തോട് കൂടിയുള്ളൊരു ദിവസങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.